ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഓണപരിപാടിക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ട് കാണിച്ചു. ഓണം സെലിബ്രേഷൻ പ്രോഗ്രാം നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം പുറത്ത് വെച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ സ്കൂൾക്ക് വരെ നേരത്തെ എത്താത്ത ഒരു ഇന്നത്തെ ദിവസം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി ദെൻ അവിടുന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. തിരൂരിലുള്ള നൂറിലേക്കിൽ വെച്ചിട്ടാട്ടോ നമ്മളെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ നേരത്തെ അവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും സാരിയൊക്കെ എടുത്ത് ആകെ ഇടങ്ങറായിക്കണത് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കൊല്ലത്തിൽ ആകെ സാരി എടുക്കണ ദിവസം എന്നാണ്. മോസ്റ്റ് എല്ലാവരും ഈ പ്രോഗ്രാമിന് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. പിന്നെ നമ്മളെ ബോയ്സ് ഒന്നും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പാർക്കിന്റെ ഉള്ളിൽ കയറാൻ പെർ പേഴ്സൺ 100 rupees വരുന്നുണ്ട്. നമ്മളെ ബോയ്സ് പങ്കെടുക്കാത്തതിന്റെ മെയിൻ കാരണം ഒന്നതാണ്. പിന്നെ നമ്മളെ ബാക്കി ഫ്രണ്ട്സിനും കൂടി വെയിറ്റ് ചെയ്തേ. പിന്നെ അതിന്റെ ശേഷം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിട്ടോ. നമ്മൾ അവിടെ പോണതിന്റെ മുന്നേ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്നായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമ്മളെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ അവിടെ ഉള്ളത് കണ്ടേ. അപ്പൊ നമ്മൾ ഓണം സെലിബ്രേഷന്റെ മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ ഓണം പൂക്കളല്ല, അതുപോലെ തന്നെ സദ്യ ഇല്ല. നമ്മൾ അതേപോലെ എത്തിയ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വെച്ച് നമ്മളാണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ. സദ്യക്ക് പകരം ഒരു അടിപൊളി ആയിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പ്രോഗ്രാമിലെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യം കേട്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ പർപ്പസ്, വീഡിയോ പർപ്പസ്. ഇവരൊക്കെ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വന്നതാണ് തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് ഫോട്ടോ പർപ്പസിന് മാത്രമായോ എന്നൊരു സംശയം ഇല്ലാതില്ല. എനിവേ കിട്ടിയ ചാൻസ് മുതലാക്കണല്ലോ. ഏതായാലും ഈ ദിവസം അങ്ങോട്ട് അടിച്ചു പൊളിച്ച് പോരാത്തതിന് 100 രൂപ കൊടുത്ത് കയറിയതല്ലേ. പിന്നെ നമ്മളെ ഭാഗ്യം കൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷെ അതിനൊരു പ്രശ്നം ഉണ്ടോ, നമ്മൾ കഷ്ടപ്പെട്ടിട്ട പുട്ടിയൊക്കെ ഒരു വൈക്കഴിക്കണം. പിന്നെ പാർക്ക് മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടേ. സംഭവം 100 രൂപ കൊടുത്ത് കയറിയാലും മുതലാവും, കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ ഉച്ചക്ക് 11 മണിക്ക് കയറി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് 4 മണിക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിന് കാറുണ്ട്, ലൈസൻസ് ഉണ്ട്. അങ്ങനെ സദ്യോണം മന്ത്യോണായി ഗൈസ്. സൂഫിയിലെത്തിയ 4 മണി മുതൽ 5 മണി വരെ വെയിറ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടില്ല, എല്ലാവരും ഒരു വൈക്കായിരുന്നു കേട്ടോ. ഒന്നാമത്തെ വെയിലാണ് കാരണം. എങ്ങനെയെങ്കിലും ഒന്ന് ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥ ആയിരുന്നു ലാസ്റ്റ് കേട്ടോ. എന്നാലും വീഡിയോ എടുക്കുമ്പോഴുള്ള ആ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടില്ലേ, എന്താലേ. അങ്ങനെ സദ്യനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ മന്തി കഴിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ചിക്കൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബീഫ് ചെയ്യുന്ന ഓർഡർ ചെയ്തിരുന്നത്. എനിക്ക് ബീഫാണ് കേട്ടോ. എനിക്ക് എൻ്റെ 2 ഫ്രണ്ട്സിനും ബീഫാണ് ഓർഡർ ചെയ്തിരുന്നത്. ബാക്കി എല്ലാവരും ചിക്കൻ മന്തി തന്നെ കേട്ടോ കഴിച്ചത്. കുറേ ലേറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, മന്തിക്ക് വലിയൊരു ടേസ്റ്റും കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഒരു 7up ഒക്കെ കുടിച്ചു നമ്മൾ ബൈ പറഞ്ഞേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഓണം സെലിബ്രേഷന്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ.